بسم الله الرحمن الرحيم. الحمد لله، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة. صدق الله العلي العظيم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മഅദിൻ എംബിറ്റ് ഫെസ്റ്റിൻ്റെ മനോഹരമായ ഈ വേദിയിൽ എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ളത് തിരുനബിയുടെ പ്രബോധന മാതൃകകളെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സദസ്സ് കബൂലാക്കുമാറാകട്ടെ. ആമീൻ. കാരുണ്യത്തിൻ്റെ ഉറവ വറ്റാത്ത സ്നേഹക്കടലാണ് തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ ജീവിതം മുഴുക്കയും നമുക്ക് മാതൃകയാണ്. പരശുതം സ്വഹാബാക്കളാൽ തിരുദൂതരുടെ മുഴുവൻ ചലന നിശ്ചലനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടത് അവസാന നാൾ വരെയുള്ള മുഴുവൻ സമൂഹത്തിനും മാതൃകയായിട്ടാണ്. ഇസ്ലാമിൻ്റെ പ്രബോധന രീതിയും മാർഗങ്ങളും കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഹിക്മത്തോടെയും സതുപദേശങ്ങൾ നൽകിയും ആയിരിക്കണമെന്ന് എന്നാണ് ഖുർആനിക പാഠം. തിരുനബിയുടെ പ്രബോധന മാർഗവും ഇത് തന്നെയായിരുന്നു. മിത്തുകളും ഇതിഹാസങ്ങളും ഊഹകഥകളും നിരത്തുന്ന മനുഷ്യനിർമ്മിത മതങ്ങളുടെ ശൈലിയിലല്ല തിരുനബി തങ്ങൾ മുന്നോട്ട് പോയത്. ഏറ്റവും അടുപ്പക്കാരിൽ നിന്ന് തുടങ്ങി വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് ഇസ്ലാമിൻ്റെ സത്യസന്ദേശം പടർന്നു പന്തലിക്കുന്ന ഒരു മഹനീയ മാതൃകയാണ് നാം ഇവിടെ കാണുന്നത്. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മാറ്റിവെച്ച് സാധ്യതകളുടെ ഒരു സ്നേഹലോകമാണ് തിരുനബി തങ്ങൾ പ്രാവർത്തികമാക്കിയത്. ത്വായിഫിൽ നിന്ന് കല്ലെറിഞ്ഞപ്പോഴും മറ്റനേക പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും നബി തങ്ങൾ ആ ജനതയുടെ നന്മക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചിരുന്നത്. ആ നബിയാണ് ഉത്തമ ഉദാഹരണം. ഇന്നാ അർസൽനാക ബിൽ ഹഖ്ഖി ബശീറൻ വനദീറ. സർവതല പർശിയായിരുന്ന ഒരു ഇടപെടലായിരുന്നു തിരുനബി തങ്ങൾ നടത്തിയത്. ആദ്യമായി നബി പ്രബോധനം ഉൾക്കൊണ്ടത് തൻ്റെ സഹധർമ്മിണിയും സഹചാരികളുമാണ്. അതവർ സ്വജീവിതത്തിൽ പകർത്തി. നബി തങ്ങൾ പ്രബോധനം ആരംഭിക്കുന്നത് തൻ്റെ സന്തത സഹചാരിയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. അവർ സംശയലേശമന്യേ ഇസ്ലാം ഉൾക്കൊള്ളുകയും നബി തങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തു. പിന്നീട് കുട്ടിയായിരുന്ന അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം വിശ്വസിച്ചു. തുടർന്ന് പ്രബോധനം ശ്രദ്ധിച്ചവർ അവരുടെ കൂട്ടുകാർ, ബന്ധുക്കൾ, അടിമകൾ തുടങ്ങിയവരോട് വ്യക്തിഗത പ്രബോധനം നടത്തി. പ്രബോധന രംഗത്തെ ഏറ്റവും ഫലവത്തായ ശൈലിയായിരുന്നു ഇത്. വ്യക്തിയിൽ നിന്നും വ്യക്തികളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം കൈമാറുന്ന ഈ രീതി വളരെ പെട്ടെന്ന് തന്നെ പ്രചാരം നേടുകയും ചെയ്തു. വ്യക്തികളെ തേടി നബി തങ്ങൾ മക്കയിലെ ഗ്രാമാന്തരങ്ങൾ വരെ സന്ദർശിക്കാറുണ്ടായിരുന്നു. സൗമ്യവും വിനയപൂർവമായിരുന്നു നബി തങ്ങളുടെ പ്രബോധന ശൈലി. പ്രാഥമിക ഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ രഹസ്യമായിട്ടായിരുന്നു 3 വർഷത്തോളം പ്രബോധനം നടത്തിയത്. ആവശ്യമായ വിജ്ഞാനങ്ങളും ഖുർആനിക പാഠങ്ങളും രഹസ്യമായി തന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഉക്കാൾ, ദുൽഹുലൈഫ തുടങ്ങിയ ചന്തകളിൽ പോയി നബി തങ്ങൾ പ്രസംഗങ്ങൾ നടത്തി. മദീന, ബഹ്റൈൻ തുടങ്ങിയ നാടുകളിൽ നിന്നെത്തിയ കച്ചവടക്കാർ, വിദേശികൾ, സാഹിത്യകാരന്മാർ തുടങ്ങിയവരെല്ലാം നബി തങ്ങളുടെ പ്രസംഗം ശ്രദ്ധിച്ചു കേൾക്കുകയും അവർ ഇസ്ലാം മതം വിശ്വസിക്കുകയും അവരുടെ വീടുകളിലും കുടുംബങ്ങളിലും പോയി വ്യക്തിഗത പ്രബോധനം നടത്തി എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. തിരുദൂതരുടെ ഏറ്റവും
മനോഹരമായ ഒരു പ്രബോധന മാതൃകയാണിത്. നബി തങ്ങളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിലൂടെ ഇസ്ലാം ജനഹൃദയങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു. അത് സത്യത്തിൻ്റെ സന്ദേശമാണെന്ന് അവർക്കെല്ലാം ഉറപ്പുണ്ടായിരുന്നു. സന്തോഷവും സമാധാനവും സഹിഷ്ണുതയുടെയും ഉത്തമ വിശേഷണങ്ങളിലൂടെ യഥാർത്ഥ പ്രബോധന മാതൃകകൾ നമുക്ക് ലോകത്തിന് മുമ്പാതെ കാണിച്ചു തരികയായിരുന്നു ലോകത്തിന്റെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്നത്. ഈ മാതൃകകൾ പിൻപറ്റി ധാരാളം ദീനി ഖിദ്മകൾ ചെയ്യാനും നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന ദുആയോടെ എൻ്റെ വാക്കുകൾക്ക് വിടാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.